ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 56ന്റെ റിവ്യൂ ആണ്. വീക്കെൻഡ് എപ്പിസോഡാണ്. ഗബ്രി പുറത്തേക്ക് പോയ എപ്പിസോഡാണ്. വലിയ അത്ഭുതമൊന്നുമില്ല. ഇന്നലെ തന്നെ ചാത്തന്മാർ ഇങ്ങനെ കാട്ടിത്തരുന്നുണ്ടായിരുന്നു ഗബ്രി പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്നലത്തെ റിവ്യൂ കണ്ട ആളുകൾക്കറിയാം ഗബ്രിയെ കുറിച്ചിട്ട് കുറച്ചധികം ഇന്നലെ പറഞ്ഞത്. ഗബ്രി പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് തരത്തിൽ ആ ഒരു ഗെയിമിനെ നോക്കി കണ്ടതുകൊണ്ടാണ് എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. രണ്ട് തരത്തിൽ ഇതിനെ നോക്കി കാണണമല്ലോ. ഒന്നാമത്തേത് മനുഷ്യത്വപരമായിട്ട് നോക്കുന്ന സമയത്ത് നല്ലതാണ്, ജാസ്മിന് നല്ലതാണ്, ഗബ്രിക്ക് നല്ലതാണ്, വളരെ യങ്ങായിട്ടുള്ള ആളുകളാണ്. ബിഗ് ബോസ് അതിൻ്റെ ഒരു പോക്ക് നമുക്കറിയാമല്ലോ, ആ ഒരു ഗെയിമിൻ്റെ രീതി നമുക്കറിയാം. അതിൻ്റെ അണിയറ പ്രവർത്തകർ വീക്കെൻഡിൽ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അവരുടെ മൂഡിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ഗെയിം മുന്നോട്ടേക്ക് പോകുന്നത്. അത് അവരുടെ ആ ഒരു കണ്ടന്റ് മേക്കിംഗ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ഗബ്രിക്കും ജാസ്മിനും ഗുണകരമായിട്ട് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഒരാൾ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള 50 ദിവസം കൊണ്ട് രണ്ടാളുകൾക്കും ഈ ആളുകളുടെ അടുത്തു നിന്നുള്ള ഒരു ഹെയ്റ്റ് കുറച്ചെടുക്കാനായിട്ട് ഒരവസരമാണ്. ജാസ്മിൻ രക്ഷപ്പെട്ടു, ഗബ്രി രക്ഷപ്പെട്ടു. മനുഷ്യത്വപരമായിട്ട് നോക്കുന്ന സമയത്ത് അതിൽ ഓക്കെയാണ്. ഇനി ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ പുരയ്ക്ക് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് പണം കഴിക്കുന്ന മരാണെങ്കിലും കട്ട് ചെയ്ത് കളയണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കാരണവന്മാർ പറഞ്ഞിരിക്കുന്നത്. അത് കാലങ്ങളായിട്ട് ഇങ്ങനെ കൈമാറി വന്ന് നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് ചേർന്ന് നിൽക്കുന്നത് തേക്കാണെങ്കിലും അത് വെട്ടിക്കളഞ്ഞിട്ട് വിഘടിച്ച് നിൽക്കുന്ന വാഴകൾക്ക് വളമിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു രീതി. നമുക്കിഷ്ടമില്ല. അവർ ചേർന്ന് നിന്നു. എത്ര വലിയ ഗെയിമേഴ്സ് ആണെങ്കിലും ഒരു ആണും പെണ്ണും ചേർന്ന് നിന്നിട്ട് ഒരു ഗെയിം കളിച്ചു എന്ന് ചില ആളുകൾ പറയുന്നു, അല്ലെങ്കിൽ ചേർന്ന് നിന്നിട്ട് അതിനകത്ത് കുറേ ഡേയ്സ് സ്പെൻഡ് ചെയ്തു എന്ന് ആളുകൾ പറയുന്നു. അപ്പോൾ ഉറപ്പായിട്ടും പിരിക്കണം. വെറും മനുഷ്യത്വം, അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. അതുകൊണ്ട് ബാക്കിയുള്ള വാഴകൾക്ക് വോട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോഴത്തേന് പുറത്തു പോയൊരു കണ്ടസ്റ്റൻ്റാണ് ഗബ്രി. പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനായിട്ടുള്ള സംഗതിയൊന്നുമില്ല. ഗബ്രി ഒരു ഗെയിമർ അല്ല എന്ന് പറഞ്ഞാൽ ഞാനതിനോട് ഒട്ടും യോജിക്കത്തില്ല. ഗബ്രി നല്ല സൂപ്പർ ഒരു ഗെയിമറാണ്. അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഗെയിമേഴ്സിനെ കാണിച്ചു തരിക. ജാസ്മിനും ഗബ്രിയും അല്ലാത്ത മികച്ച ഗെയിമേഴ്സ് ആരാണ് എന്നുള്ളത് പറഞ്ഞു തന്നാൽ അതിൻ്റെ ബാക്കി ഞാൻ പറയാം. ഇപ്പോൾ കാട്ടുതീ കുറച്ചൊന്ന് കാണാൻ പറ്റി. അത് സിജോയുടെ ആ ഒരു ഗെയിം പ്ലാനിലാണ്. ഗബ്രിയെ അതിനകത്തേക്ക് ഇട്ട ആ ഒരു പ്ലാനിനകത്ത് ശരിക്കും ഒരു കാട്ടുതീയുണ്ട്. അത് അടിപൊളി ഗെയിമാണ്. ഇത് അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഗബ്രി പുറത്തേക്ക് പോകുന്നത് അവിടെയുള്ള ആളുകളുടെ ഗെയിമിനനുസരിച്ച് ഗുണകരമാണ്. അവർക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെയുള്ള വാഴകളോ അല്ലെങ്കിൽ അവിടെയുള്ള ഗെയിമേഴ്സ് അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. പ്രേക്ഷകരുടെ ഭാഗത്ത് നോക്കുന്ന സമയത്താണ്, ഗെയിമിനെ എന്നും നോക്കി കാണുന്ന ആളുകളുടെ ഭാഗത്ത് നോക്കുന്ന സമയത്താണ് ഈ പുറത്തു പോക്ക് ഒരു പ്രശ്നം വന്നത്. അവർ നല്ല ഗെയിം കളിച്ചു. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജാസ്മിൻ്റെ ഗെയിം ഇനി എങ്ങനെയായിരിക്കും അത് നമുക്ക് വലിയ കാര്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എന്താണെങ്കിലും ജാസ്മിനൊക്കെ അവരൊക്കെ ആഫ്റ്റർ ഓൾ ഗെയിമേഴ്സാണ്. 2-3 ദിവസം കഴിയുമ്പോഴത്തേന് തിരിച്ച് ഗെയിമിലേക്ക് വരും. ഗെയിമിലേക്ക് വന്നിട്ട് തിരിച്ചു പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈപ്പുള്ള ഒരാളായിട്ടാണ് ജാസ്മിനെ എനിക്ക് തോന്നുന്നത്. അറിയില്ല. പിന്നെ അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു രംഗങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു. ഏറ്റവും മനോഹരമായിട്ട് ഇവരെ രണ്ടുപേരെയും കൂടെ കാണിച്ചത് ഇന്നത്തെ എപ്പിസോഡിലാണ്. ഇന്നത്തെ എപ്പിസോഡ് നല്ല ലാഗിങ്ങും ബോറിങ്ങും ഒക്കെ ആയിരുന്നു ആദ്യ കുറേ ഭാഗങ്ങളിൽ. ആ ഒരു എവിക്ഷൻ പരിപാടി അങ്ങ് തുടങ്ങിയപ്പോഴത്തേന് ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ചു. ശരിക്കും വളരെയധികം നല്ല ബോണ്ടുള്ള രണ്ടാൾക്കാരെ എനിക്ക് പേഴ്സണലി ഇതിൻ്റെ എൻഡിങ്ങിൽ ഫീൽ ചെയ്തു. ശരിക്കും വളരെ ജെന്യുവനായിട്ട് തന്നെ ഫീൽ ചെയ്തു. വേറെ അതിനകത്ത് അഭിനയമാണ് അങ്ങനെയുള്ള കമൻറ്റുകളെ ഞാൻ ശക്തമായിട്ട് നിരാകരിക്കുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അതേപോലെ ഗബ്രിയെ പോലെ ആവണം എന്ന് എനിക്ക് ഗബ്രിയുടെ അപ്രോച്ച് കണ്ട സമയത്ത് തോന്നി. എന്ത് കൂളായിട്ടാണ് ആദ്യ അവസാനം ആ എവിക്ഷൻ നടപടികളിൽ ആദ്യ അവസാനം ഒരു ചെറു പുഞ്ചിരി മാത്രം. ഒരു തരത്തിലും വിഷമമില്ല, ഒരു തരത്തിലും ഒരു പശ്ചാത്താപവും ഇല്ല. എല്ലാം വളരെ പോസിറ്റീവായിട്ട് നോക്കി കാണുന്നു. ഗെയിമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ജാസ്മിനോട് പറയുന്ന കാര്യങ്ങളിൽ വളരെയധികം ക്ലാരിറ്റി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് പോലെയല്ല, വളരെയധികം ക്ലാരിറ്റി ഉണ്ട്. അതേപോലെ ലാലേട്ടൻ്റെ കൂടെ നിന്ന് സ്റ്റേജിൽ നിന്ന് പറയുന്ന കാര്യങ്ങളിൽ വളരെയധികം ക്ലാരിറ്റി ഉണ്ട്. ലാലേട്ടൻ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസം പറയുന്ന സമയത്ത് പോലും ഗബ്രി കറക്റ്റായിട്ട് ഒരു ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ട്രൈ ചെയ്തു, അതിൽ അദ്ദേഹത്തിന് റിഗ്രറ്റ് ഒന്നുമില്ല. അതേപോലെ പോകുന്ന സമയത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് ബൈ പറയുന്നതിൽ പോലും എനിക്ക് ഭയങ്കര ഒരു പവർ തോന്നി. അങ്ങനെ വേണം കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ 55 ദിവസത്തെ വലിയ കോളിളക്കമുണ്ടാക്കിയ ജബ്രി കോംബോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജാസ്മിനോട് അത്ര സ്നേഹമുള്ള, ഗബ്രിയോട് അത്ര സ്നേഹമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെ തമ്മിൽ പിരിച്ചിട്ട് അവരുടെ ഗെയിമൊക്കെ നല്ല രീതിയിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കപ്പ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് കഷ്ടപ്പെട്ട കുറേയധികം ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് വോട്ടുകൾ സ്പ്ലിറ്റ് ആയത്. കുഴപ്പമില്ല, ഇതാണ് ഗെയിം. ഓരോ തരത്തിലാണ്. ഇപ്പോൾ വ്യക്തിത്വം ഇഷ്ടപ്പെട്ടില്ല എങ്കിലും സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസിന് വോട്ട് കൊടുക്കാതിരിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്. നമ്മൾ എല്ലാത്തിനെയും ഗെയിം എന്ന് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഈ നാട്ടിലാണ് നടക്കുന്നതെന്നുള്ളതും കൂടെ ആലോചിക്കണം. ഗെയിമിനെ ഗെയിമായിട്ട് നോക്കി കാണുന്ന ഗെയിമേഴ്സ്
ഈ ആളുകളുടെ മെൻറ്റാലിറ്റിയും കൂടെ മനസ്സിലാക്കിയിട്ട് കളിച്ചെങ്കിൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അതും ഒരു ഗെയിം തന്നെയാണ്. ഇനി എപ്പിസോഡിലേക്ക് പ്രോപ്പറായി പോയി കഴിഞ്ഞാൽ എന്തോ ലാലേട്ടന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ ഉറക്കം കിട്ടാത്ത ഒരു ഒരു രൂപത്തിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ടോട്ടലി അദ്ദേഹം ഒരു ഉഷാറില്ലാതാണ് ഇന്നത്തെ എപ്പിസോഡ് പ്രസൻറ്റ് ചെയ്തത്. എന്താണോ ഗബ്രി പോകുമെന്ന് പറഞ്ഞിട്ട് സങ്കടമായിരുന്നു എന്ന് തോന്നുന്നു ലാലേട്ടന്. വളരെ നൈസായിട്ടുള്ള ഒരു പരിപാടി. ഈ കഴിഞ്ഞ വീക്കിൽ എന്തൊക്കെയാണോ വീക്കെൻഡിൽ ചോദിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നോറയ്ക്ക് ഇന്നും നല്ലൊരു അപ്രിസിയേഷൻ കിട്ടി. അതിൽ കുറേയധികം കാര്യങ്ങളിൽ നോറ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നോറ മാത്രമേ അത്തരത്തിൽ ഒരു അപ്രിസിയേഷൻ നേടിയെടുക്കുന്നു എന്നുള്ളത് ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നൈസാണ്. അതിൽ ചില സംഗതികൾ ഇരിപ്പുണ്ട്. ഈ നോറ ഇങ്ങനെ എല്ലാ വീക്കെൻഡിലും എടുത്ത് എഴുന്നേൽപ്പിക്കുന്നത് നോറ ഒരു ഇൻഡിവിജ്വൽ ഗെയിമർ ആയതുകൊണ്ടും നോറ യുണീക്കായിട്ട് അത് എന്തും ആയിക്കോട്ടെ നോറ സ്റ്റൈലിൽ ചില സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടുമാണ്. അതുകൊണ്ടാണ് വെറും ചപ്ലാച്ച് കേസിന് പോലും നോറയെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നത്. നോറ വളരെയധികം ആവേശത്തോടെയാണ് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ വിളിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഏതായാലും വീക്കെൻഡ് എപ്പിസോഡിൽ പ്രധാനപ്പെട്ടതായി ഉന്നയിച്ചത് പ്രേക്ഷകന്റെ ഒരു കത്തിലെ ചോദ്യമായിരുന്നു, സാർ മേഡം എന്നൊക്കെ വിളിക്കേണ്ടതുണ്ടോ? അതൊക്കെ ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചിട്ട് പോയ സാധനമാണ്. അത് നമ്മൾ അന്നത്തെ റിവ്യൂവിൽ പറഞ്ഞിരുന്നു. അതൊരു മണ്ടൻ ഐഡിയ ആയിപ്പോയി. ശരണ്യയുടെ ഐഡിയ ആയിരുന്നു. സായി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ച ആ ഒരു നിമിഷം തന്നെ പാളിപ്പോയ ആ ഒരു ഐഡിയ ആയിരുന്നു. എല്ലാ പ്രേക്ഷകരും അതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചായിരുന്നു. എന്തുകൊണ്ടാണോ അവർക്ക് ആ ഒരു ഐഡിയ കത്താഞ്ഞത്? ശരണ്യാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി വലിയ കളികൾ കഴിഞ്ഞ ആഴ്ച പവർ ടീമിന്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്തതാണ് ലാലേട്ടൻ ചോദിക്കാൻ വേണ്ടി. ഒന്നും ഏഷിയില്ല. സായിയുടെ ബാക്ക് പെയിൻ ശരിയായി വരുന്നുണ്ട്. ഇപ്പൊ സായി അതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര മോശമായി പോയി. അതിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. രതീഷ് കഴിഞ്ഞ ആഴ്ച ഹൗസിലുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തേക്ക് പോയിട്ടില്ല. അദ്ദേഹം പോവോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം രതീഷ് തിരിച്ചു വന്നപ്പോഴത്തേന് ഗെയിമേഴ്സിനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് ലാലേട്ടന് കൊടുക്കുന്നുണ്ട്. ശ്രീതു ഒക്കെ നല്ല ഗംഭീര ഗെയിമറായി മാറി എന്നൊക്കെ പറയുന്നു. ശ്രീതുവിന്റെ ക്യൂട്ട്നെസ് നല്ല ഭംഗിയായിട്ട് ഞാൻ ആസ്വദിച്ച ഒരു ദിനമായിരുന്നു ഇന്ന്. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു കോസ്റ്റ്യൂം ആയിരുന്നു. ബർത്ത്ഡേ വിഷസ് ഒക്കെ ശ്രീതുവിന് നൽകുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ശ്രീതു വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയി എന്ന് മൊത്തത്തിലൊരു റിപ്പോർട്ടുണ്ട് എന്നൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞത്. ശരിക്കും ശ്രീതു ഒരു നല്ല ഗെയിമറായിട്ടുണ്ട്. ശ്രീതുവിൻ്റെയും ജാസ്മിൻ്റെയും ഒരു ടീം ജിൻഡോയ്ക്ക് തീരെ പറ്റുന്നില്ല. ജിൻഡോ പറയുന്നത് തങ്ങളുടെ ടീം വീക്കാണ് എന്നുള്ളതാണ്. ഒരു വീക്ക് കൊടുക്കാൻ തോന്നി അത് കേട്ട സമയത്ത്. ആ ടീം പോലെ കേപ്പബിൾ ആയിട്ടുള്ള വിമൻ കണ്ടസ്റ്റൻസ് വേറെ ഒരു ടീമിലും ഇല്ല. അവരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ജിൻഡോയ്ക്ക് പറ്റില്ല. ജിൻഡോയുടെ ഉള്ളിൽ മറ്റേ ആ ഒരു ഈഗോ കിടപ്പുണ്ട്. അയാൾ എന്തോ ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ മിടുക്കനാണെന്നുള്ളത് എടുത്തെറിയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ പിള്ളേർ. അങ്ങനെയൊന്നുമില്ല. അവിടെ ഈ ബലം എന്ന് പറയുന്നത് ബോഡി ബിൽഡർ ആയതുകൊണ്ട് ബലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാർ പ്രൊഫഷണൽ ബോഡി ബിൽഡർ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് എന്ത് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജിൻഡോയുടെ ആ ഒരു അപ്രോച്ച് ഭയങ്കരമായിട്ടുള്ള ബോറ് പരിപാടിയാണ്. ജിൻഡോ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയുകയാണ്. അവർക്ക് കളിക്കാൻ അറിയില്ല. അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ്. ജിൻഡോ നല്ലൊരു ഗെയിമറാണ്. ജിൻഡോയ്ക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടീമിലാണ് ജിൻഡോ ഉള്ളത്. എന്നിട്ടാണ് ജിൻഡോ അവിടെ വന്നിട്ട് ഒരുമാതിരി വിവരക്കേട് വിളമ്പുന്നത്. ജിൻഡോയ്ക്ക് കൂടെ ആരെ വേണമായിരുന്നു? ജിൻഡോയ്ക്ക് വേറൊരു അവിടെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഈഗോ വർക്കൗട്ട് ആവും. അല്ലെങ്കിൽ ജിൻഡോയുടെ അടുത്ത് റാൻ മോള് നിൽക്കുന്ന രതീഷിനെ പോലുള്ള ആൾക്കാർ വരണം. നീ സൂപ്പറാടാ എന്ന് പറയുന്ന ഒരാൾ വരണം. അല്ലാതെ വേറെ ഏത് മെയിൽ കണ്ടസ്റ്റന്റ് വന്നാലും ജിൻഡോ അവരുമായിട്ട് ഉടക്കും. അതേപോലെ ജിൻഡോയ്ക്ക് ആരെയും വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ജിൻഡോ ഒരു നല്ല ടീം പ്ലെയർ അല്ല. ഇതിനോടൊപ്പം നന്ദന ജിൻഡോയുടെ ആ ഒരു നട്ടല് പരാമർശത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, സായിയെ പ്രൊവോക്ക് ചെയ്ത കാര്യത്തിൽ. അതിനൊന്നും പ്രത്യേകിച്ച് ക്ലാരിഫിക്കേഷൻ ഒന്നും ഇല്ല. ജിൻഡോ പറയുന്നത് അതൊരു പ്രൊവോക്കിംഗ് സ്ട്രാറ്റജി ആണ് എന്നുള്ളതാണ്. അപ്പം ഈ നട്ടല് വെച്ചിട്ടുള്ള പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നന്ദനയും പറയാറുണ്ട്. പിന്നെ അത് സമാസമായി പോയി. ജിൻഡോ അത് കറക്റ്റായിട്ട് ഓർത്ത് പറഞ്ഞു കേട്ടോ. ഞാൻ ആ കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ജിൻഡോ കറക്റ്റായിട്ട് ആര് തനിക്കെതിരെ എന്ത് വിമർശനം ഉന്നയിച്ചാലും അവർക്ക് കൗണ്ടർ വെക്കാനായിട്ടുള്ള സാധനം ഓർത്ത് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ ഓർത്തോർത്ത് പറയും. ഞാൻ പല സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ആലോചിക്കും, ജിൻഡോ ഇതിന് എന്ത് മറുപടി കൊടുക്കും, പെട്ടല്ലോ. അപ്പോഴും ജിൻഡോ അവർക്കെതിരെ ആ സെയിം സാധനം അവർ ചെയ്തതിന്റെ കൗണ്ടർ എടുത്തിടും. ഭയങ്കര ഒബ്സർവേഷൻ ആണ് കേട്ടോ ജിൻഡോയ്ക്ക്. നോറയ്ക്ക് ഇതിനോടൊപ്പം ബെസ്റ്റ് സോൾജർ അവാർഡ് കിട്ടി. കഴിഞ്ഞ ആഴ്ച ഒരു ബോംബ് എറിയുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലോ, രണയുഗോ, അങ്ങനെ ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ബെസ്റ്റ് സോൾജറായിട്ട് നോറയെ തിരഞ്ഞെടുത്തു. ആ ബോംബ് എറിഞ്ഞ മഞ്ഞ ബോംബ് മാറി എറിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. പക്ഷെ അതിൻ്റെ വിഷ്വൽ കാണിച്ചില്ല. വിഷ്വൽ കാണിക്കേണ്ടതായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു. അത് ആരാണ് എറിഞ്ഞത് എന്നുള്ളതിൽ വ്യക്തതയില്ല. എന്താണ് അങ്ങനെ ചോദിച്ചിട്ട് വ്യക്തത ഉണ്ടാക്കാത്തത്? അതിൻ്റെ വിഷ്വൽ അവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനുശേഷം ബിഗ് ബോസ് പറയുന്നത് പോലെ ഒരു ക്ലാസിക് ഗെയിം ഉണ്ടായിരുന്നു. ഈ കമ്മ്യൂണിക്കേഷനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ മെസ്സേജ് ഇങ്ങനെ കൈമാറുന്ന സമയത്ത്
മെസ്സേജിന് രൂപമാറ്റം വരുന്നതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഒരു കഥ ബിഗ് ബോസ് പറയുന്നു. ആ ഒരു കഥ കണ്ടസ്റ്റൻസ് ഇങ്ങനെ പാസ് ചെയ്ത് അവസാനം എത്തുന്ന സമയത്ത് എങ്ങനെയാവും എന്നുള്ളത് കണ്ടസ്റ്റൻസിനും നമുക്കും കാട്ടി തന്നു. സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് എത്തേണ്ടത്, അവരുടെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് ആണും പെണ്ണും ആണെന്നുണ്ടെങ്കിൽ അവസാനം ഒരു അഭിഹിതത്തിലേക്കാണ് എത്തേണ്ടത്. അത് കറക്റ്റായിട്ട് തന്നെ കൊണ്ടുവന്ന് എത്തിച്ച് അവിടെ വാളും വെപ്പിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥകൾ പിന്നെ ഞാൻ സീസൺ 6 കണ്ടസ്റ്റൻസ് കഴിഞ്ഞിട്ട് ആളുകളുള്ളൂ. അവരിത് നന്നായിട്ട് ചെയ്തു. ഇതിനുശേഷം എവിക്ഷൻ നടപടികളാണ്. എവിക്ഷനിലുള്ള എല്ലാ ആൾക്കാരും എഴുന്നേൽപ്പിച്ച് നിർത്തി. ഇന്ന് ഋഷി, അൻസിബ, ജാസ്മിൻ ആൻഡ് ഗബ്രി എന്നിവരെയാണ് പരിഗണിച്ചത്. ബാക്കിയുള്ള ആളുകളെ നാളെ പരിഗണിക്കാമെന്നുള്ളതാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ 4 ആളുകൾക്കിടയിൽ എവിക്ഷനുമായി ബന്ധപ്പെട്ട ഉദ്വേഗജനകമായിട്ടുള്ള ചില നിമിഷങ്ങൾ ബിഗ് ബോസ് അണിയിച്ചൊരുക്കി. അതിൽ ബിഗ് ബോസ് അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള പ്രിയപ്പെട്ട ഒരു കോർണറുണ്ട്, അവിടെ പോയി പോകുന്നതിന് മുൻപ് സംസാരിക്കുക. അപ്പോൾ ഋഷി ആൻഡ് അൻസിബ പുറത്തേക്ക് പോകുന്നു. ജാസ്മിൻ ആൻഡ് ഗബ്രി അവരുടെ ആ ഒരു കോർണറിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ വെച്ച് വ്യക്തമായിട്ട് ജാസ്മിനോട് ഗബ്രി പോവുകയാണെങ്കിൽ എങ്ങനെ ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരത് തീരെ വിശ്വസിക്കുന്നില്ല. അവർക്ക് ഒരിക്കലും പോകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഗബ്രി പിന്നെ എല്ലാം ഏത് വശത്തു നിന്നും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ അയാൾ പോയാൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. പുറത്ത് പോയി കഴിഞ്ഞാൽ വീട്ടിൽ പോയി സംസാരിക്കുമെന്നും, അതേപോലെ പുറത്തിറങ്ങുന്ന സമയത്ത് വന്ന് കാണും, പിന്നീട് സംസാരിച്ചൊരു തീരുമാനത്തിലെത്തും എന്നീ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട്. ജാസ്മിൻ തീരെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്നാലും ഇവർക്ക് എന്തൊക്കെയോ ഒരു ഐഡിയ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, പോകാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നി. ഏതായാലും അതിനുശേഷം ഈ ഋഷി, അൻസിബ, ജാസ്മിൻ, ഗബ്രി എന്നിവരെ നിരത്തി നിർത്തി ഒരു സ്ക്രാച്ച് കാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും ജാസ്മിൻ ആൻഡ് ഗബ്രി സേഫ് അല്ലാത്ത ഒരു ഇത്. അപ്പോൾ അവരെ വീണ്ടും അടുത്ത ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് കുറേയധികം നിമിഷങ്ങൾ, ഉദ്വേഗജനകമായിട്ടുള്ള നിമിഷങ്ങൾ. അവിടെ ചെന്നിട്ട് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് ഏകദേശമൊക്കെ പോകുന്നു. അപ്പോൾ മറ്റേ കർട്ടൻ മാറ്റിയിട്ട് എവിക്റ്റഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഗബ്രിയുടെ ഫോട്ടോ വെച്ച് കാണിക്കുകയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള സങ്കട പ്രകടനമൊക്കെയായിരുന്നു അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സങ്കടം പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ പല ആളുകൾക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടി. അത് കഴിഞ്ഞിട്ട് ഗബ്രി പുറത്തേക്ക് പോവുകയാണ്. കണ്ടസ്റ്റൻസ് ആരും അത് പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. എല്ലാ ആൾക്കാരും അൻസിബ പോവും എന്നുള്ളതാണ് എവിക്ഷൻ നടപടികളിൽ ലാലേട്ടൻ ചോദിച്ച സമയത്ത് പറഞ്ഞത്. ആരും ഗബ്രിയുടെ പേര് പറഞ്ഞേയില്ല. ഗബ്രിയുടെ ജാസ്മിൻ്റെ പേര് ആരും പറഞ്ഞേയില്ല. ഏതായാലും ഹൗസിൽ നിന്ന് കരഞ്ഞ് എല്ലാവരും കെട്ടിപ്പിടിച്ച് യാത്ര പറയാനായിട്ടുള്ള ഒരു അവസരം ഗബ്രിക്ക് കിട്ടിയില്ല. ഗബ്രിയെ ആ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന്, അത് ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമായിരിക്കും. അല്ലെങ്കിൽ മറ്റേ ജാസ്മിൻ്റെ കരച്ചിൽ എല്ലാവരും കൂടി ഭയങ്കര ബഹളമായിരിക്കും. അങ്ങനെ ഗബ്രിയെ കണ്ണുകെട്ടി പുറത്തേക്ക് കൊണ്ടുവന്നു. ജാസ്മിൻ അകത്തേക്ക് വരുന്നു. ഗബ്രി പോയെന്ന് വിശ്വസിക്കാൻ ജാസ്മിന് പറ്റുന്നില്ല. ജാസ്മിൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നല്ലൊരു ഗെയിമറല്ലേ ബാക്കിയുള്ള ആളുകളെക്കാളിലും. അങ്ങനെ ഗബ്രി സ്റ്റേജിലേക്ക് വരികയാണ്, ലാലേട്ടനുമായിട്ട് സംസാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, പതിവ് രീതികളൊക്കെ. ഗബ്രി അന്തസ്സായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കളിച്ചത് വലിയ കുഴപ്പമില്ലാതെ ആത്മാർത്ഥമായിട്ട് കളിച്ചു. ഇമേജ് കോൺഷ്യസ് ഒന്നുമല്ല, സേഫ് ഗെയിമും കളിച്ചില്ല. വളരെ നൈസായിട്ട് തോന്നിയ ദിവസം ഗെയിം കളിച്ചു. അയാൾക്ക് തോന്നിയ പോലെ ഗെയിം കളിച്ചു. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അയാൾ അതിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. നെഗറ്റീവ് ആയിരിക്കും പുറത്ത് എന്നുള്ളത് അവർക്ക് നല്ല രീതിയിൽ രണ്ടാളുകൾക്ക് അറിയാം. അപ്പോൾ അത് ഒരു പ്രശ്നമല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഗബ്രി പടിയിറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ ഒരു ഗെയിം അനാലിസിസ് അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഗബ്രിയുടെ ഒരു എവിക്ഷനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഗെയിമിനെ കുറിച്ചിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. കണ്ടസ്റ്റന്റ് പുറത്തു പോയതുകൊണ്ട് ഇനിയിപ്പോൾ അയാളുടെ ഗെയിമിനെ കുറിച്ചിട്ട് നല്ലതൊക്കെ പറയാമല്ലോ. അല്ലെങ്കിൽ എന്തൊക്കെ അപവാദം നമ്മൾ കേൾക്കേണ്ടി വന്നേനും. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടെ കിടന്നു എന്ന് പറയുന്ന അപവാദമാണ് കേൾക്കേണ്ടി വരിക. മെയിൽ കണ്ടസ്റ്റൻസിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. റിവ്യൂവേഴ്സ് എല്ലാം PR ആണ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. മൊത്തത്തിൽ നല്ല ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ്, അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പുറത്തുള്ളത് കൊണ്ട് നല്ല ചവറാവുന്നുണ്ട് ഈ ടോട്ടൽ ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്നത്. നന്ദി.